ഹായ്, വീണ്ടും നമസ്കാരമുണ്ട്. ലൂസിഫർ മലയാള സിനിമയിൽ സംഭവിച്ചിട്ടുള്ള അത്ഭുതങ്ങളിൽ ഒന്ന് എന്നാണ് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. കൊമേഴ്ഷ്യലി വലിയ ഹിറ്റ് ആയിരുന്നു. മാത്രമല്ല, ഞാൻ ഈ അത്ഭുതം എന്നൊക്കെ പറയുന്നത് പൃഥ്വിരാജും ലാലേട്ടനും ഒരുമിച്ച് വരുന്നു. പൃഥ്വിരാജിന്റെ ആദ്യ ഡയറക്ടോറിയൽ സംഭവം അത് വലിയ ഹിറ്റായി മാറി എന്ന് മാത്രമല്ല, കൊമേഴ്ഷ്യലി ഭയങ്കരമായിട്ട് കളക്ഷൻ നേടി കുറെ സംഭവങ്ങൾ അതിൽ പറയാനുണ്ട്. അതുകൊണ്ടൊക്കെ തന്നെയാണ് ഞാൻ അങ്ങനെ പറഞ്ഞിട്ടുള്ളത് കേട്ടോ. എന്തായാലും L2E എമ്പുരാൻ എന്ന് പറഞ്ഞ സിനിമയ്ക്ക് കാത്തിരിക്കുന്ന ആളുകളുടെ എണ്ണം വളരെയധികം കൂടുതലാണ്. അത് പൃഥ്വിരാജ് ഫാൻസ് കാത്തിരിക്കുന്നുണ്ട്, ആ സിനിമയ്ക്ക് ഒരു ഫാൻസ് ഉണ്ട്, അവർ കാത്തിരിക്കുന്നുണ്ട്, ഓഫ് കോഴ്സ് ലാലേട്ടൻ ഫാൻസ് തീർച്ചയായിട്ടും കാത്തിരിക്കുന്നുണ്ട്. പക്ഷെ ഇവിടെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ലൂസിഫർ എന്ന് പറഞ്ഞ സിനിമയുടെ ഹിറ്റ് ഇതിന്റെ ഒരു പ്രധാന കാരണമാണ്. സോ അത്രയും വലിയൊരു സിനിമ ആയതുകൊണ്ട് അതിന്റെ സെക്കൻഡ് ഭാഗത്തിന് വേണ്ടി നമ്മൾ കാത്തിരിക്കുന്നുള്ളത് ഒരു കാരണമാണ്. പക്ഷെ എങ്കിൽ പോലും അതിനേക്കാൾ ഉപരി ലാലേട്ടൻ ഫാൻസ് കാത്തിരിക്കുന്നതിന്റെ ഒരു കാരണം ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ലാലേട്ടൻ വലിയൊരു ഹിറ്റ് സംഭവിച്ചിട്ട് ഒരുപാട് കാലമായി. എന്ന് വെച്ചാൽ നേര് പോലുള്ള സിനിമകൾ സംഭവിക്കുകയും ഹിറ്റാവുകയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും കൊമേഴ്ഷ്യലി വലിയ രീതിയിൽ ഇപ്പോ ലാലേട്ടനെ പോലെ മോഹൻലാൽ ദ വൺ ആൻഡ് ഓൺലി ലാലേട്ടൻ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പറയുന്ന പുള്ളിക്കാരന്റെ ഒരു ആംപിയറിനനുസരിച്ച് ഒരു വലിപ്പത്തിനനുസരിച്ച് കിട്ടുന്ന ഒരു കളക്ഷനും വിജയവും ഉണ്ട്. അത് സംഭവിച്ചിട്ട് കുറച്ചായി. അപ്പൊ ആ ഒരു വലിയ ഹിറ്റ് ഉണ്ടല്ലോ, ഒരു ഇൻഡസ്ട്രി ഹിറ്റ് എന്നൊക്കെ പറയുന്ന രീതിയിൽ വലിയ മാജിക്കൽ സംഭവം, അത് സംഭവിക്കാൻ പോകുന്ന സിനിമയാവാം മേ ബി L2E എമ്പുരാൻ എന്ന് പറയുന്ന പൃഥ്വിരാജ് സിനിമ എന്നുള്ള ഒരു പ്രതീക്ഷയാണ് അതിന്റെ പ്രധാന കാരണം എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പൊ L2E ഉള്ള കാത്തിരിപ്പ് അത്രയും വലുതാണ്. എന്തായാലും അതിന്റെ ഒരുപാട് അപ്ഡേറ്റുകൾ വന്നിരുന്നു. പിന്നീട് ഇപ്പൊ കുറച്ചായിട്ട് വലിയ അപ്ഡേറ്റുകൾ നമുക്ക് കിട്ടുന്നില്ല. ലാസ്റ്റ് വന്നിരുന്ന മുരളി ഗോപിയുടെ ഇന്റർവ്യൂവിൽ കേട്ടിരുന്ന കുറച്ച് കാര്യങ്ങളാണ്. അതിനുശേഷം എന്തെങ്കിലും അപ്ഡേറ്റുകൾ കുറെ ആയിട്ട് എന്റെ അടുത്തും അറിയുന്ന ആളുകൾ ചോദിക്കാറുണ്ട്, പലപ്പോഴും കമന്റിലൊക്കെ വരുന്നുണ്ട് അതിന് എന്തെങ്കിലും അപ്ഡേറ്റ് കിട്ടിയോ. അപ്പൊ അത്രയധികം ആളുകൾ ഈ സിനിമയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നുണ്ട്. ഒരു മോഹൻലാൽ ചിത്രം എന്ന നിലയിലും ഞാൻ ഈ പറഞ്ഞ പോലെ മറ്റുള്ള പല കാരണങ്ങൾ അതിനുണ്ട്. അപ്പൊ അങ്ങനെ കാത്തിരിക്കുന്ന സിനിമ ആയതുകൊണ്ട് തന്നെ ഒരുപാട് അപ്ഡേറ്റ് ഒന്നുമില്ല. എന്നാൽ നമ്മുടെ ദീപക് ദേവ്, ഇതിന്റെ മ്യൂസിക് ദീപക് ദേവ് ആണ്. അപ്പോ എല്ലാവർക്കും അറിയാലോ. അപ്പൊ പുള്ളിക്കാരൻ ക്ലബ് എഫ് കൊടുത്തിട്ടുള്ള എന്താ പറയാ പുള്ളിക്കാരന്റെ പേരെന്തായിരുന്നു, എന്തായാലും റാഫിയോ. അപ്പൊ അതിന് കൊടുത്തിട്ടുള്ള ഒരു ഇന്റർവ്യൂവിൽ പറയുന്ന ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട്, എനിക്ക് ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടാണ് ഫീൽ ചെയ്തിട്ടുള്ളത്. ഒന്ന് പൃഥ്വിരാജിനെ കുറിച്ച് പറയുന്നു, പിന്നെ ഈ സിനിമയെ കുറിച്ച് പറയുന്ന ഒരു കാര്യമാണ്. പറയാൻ അലൗഡ് അല്ല, എന്നാലും എന്റെ ഒരു സന്തോഷം കൊണ്ട് പറയുന്നു കണ്ട് പറഞ്ഞിട്ടില്ല. എന്തായാലും ആദ്യം പൃഥ്വിരാജിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ള ഒരു കാര്യം കേൾക്കാൻ, രണ്ടും കണക്റ്റഡ് തന്നെയാണ്. റെഡി. കാര്യം പുള്ളിയുടെ മനസ്സിലൊരു കാര്യമുണ്ട്, പക്ഷെ അത് പുള്ളി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് അങ്ങനെ റെഫറൻസസ് വെച്ചിട്ടല്ല. പുള്ളിയുടെ ഫീൽ പറയും, ക്യാരക്ടറിന്റെ ഇമോഷനാണ് കൂടുതലും പറയുന്നത്. ഇപ്പം ഒരു സോങ് ആ ക്യാരക്ടറിന്റെ മനസ്സിൽ എന്താ കിട്ടുന്നത്, ആ പാട്ട് വരുന്ന സമയത്ത് അറ്റ് ദ സെയിം ടൈം കാണുന്ന ഓഡിയൻസിന് ഗൂസ് ബംസ് വരാൻ എന്തൊക്കെ പീക്ക് പോയിന്റ്സ് ആണ് പാട്ടിൽ വേണ്ടത്. അത്രയും പറഞ്ഞിട്ട് അവിടെ നിർത്തും. ഇനി നിങ്ങളുടെ ഏറിയാണ്. അപ്പൊ ഞാൻ ചോദിക്കല്ലേ, എന്തെങ്കിലും റെഫറൻസ് ഉണ്ടോ? അപ്പൊ പിന്നെ എനിക്ക് ഉണ്ടാക്കിയാ പോലെ എന്ന് പറയും. ഒന്നുമില്ല, ഞാൻ ഒരു ഇതുപോലെ പാട്ട് പോലെ ഞാൻ പറയില്ല. ഓക്കെ, അത് ദീപക് ദേവ് ഒരു സാധനം ഇങ്ങോട്ട് തരിക, അത് ശരിയായിട്ടില്ല തോന്നുകയാണെങ്കിൽ ഞാൻ പറഞ്ഞു. ഇതിനു മുമ്പും പുള്ളിക്കാരൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇതിന്റെ മുമ്പ് ഈ ലൂസിഫറിന്റെ സമയത്തും പറഞ്ഞിട്ടുണ്ട്, ഈ മ്യൂസിക്കിൽ ഞാൻ ഇങ്ങനെ ചോദിക്കുന്ന സമയത്ത് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്നുള്ളത്. അത് പുതിയൊരു സാധനം ഉണ്ടാക്കാനാണ് ശ്രമിച്ചിട്ടുള്ളത്. ഞാൻ മാത്രമല്ല, പുള്ളി ഇതിൽ തന്നെ പറയുന്നുണ്ട്, ഇപ്പൊ നമ്മൾ കാണുന്ന പോലെ ഒരു ടപ്പാങ്കൂത്ത് പരിപാടിയും ഭയങ്കര BGM കൊടുത്തിട്ടുള്ള അങ്ങനത്തെ ഒരു മാസമല്ല ഇതിലുള്ളത്. മാസാണ്, പക്ഷെ ക്ലാസ് ആണ്. അത്തരത്തിലുള്ള സാധനമാണ് പൃഥ്വിരാജിന് എപ്പോഴും വേണ്ടത് എന്നുള്ളത്. അത് നമ്മൾ ഈ ലൂസിഫർ കണ്ടപ്പോൾ നമുക്കത് മനസ്സിലായിട്ടുണ്ട്. അതിൽ ഒരു ക്ലാസ് പ്ലസ് മാസ് പരിപാടിയാണ് ഇതിൽ വന്നിട്ടുള്ള എല്ലാ മ്യൂസിക്കിന്റെ ഭാഗത്തുണ്ടെങ്കിലും. അതിൽ ക്ലാസിക് ആയിട്ടുള്ള സാധനമുണ്ട്, എന്നാൽ മാസാക്കാനുള്ള സാധനങ്ങളും ഉണ്ട്. ഈ അറ്റ്ലീസ്റ്റ് ആ തമിഴ് പാട്ടുണ്ടല്ലോ, അത്രക്കില്ല ഫൈറ്റിന്റെ സമയത്ത്, അതാണെങ്കിൽ പോലും അങ്ങനെയാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ സിനിമയിലും അത്തരത്തിൽ തന്നെയാണ് ചെയ്യുന്നത്. L2യിലും അതിന്റെ ഒരു ബാക്കി എന്നുള്ള തന്നെയാണ് ചെയ്യുന്നത്. പ്ലസ് അതിൽ നിന്ന് ഡിഫറെന്റ് ആയിട്ട് ഇപ്പൊ ഒരുപാട് കാര്യങ്ങൾ മാറി, കുറെ കാര്യങ്ങൾ ഇതിൽ ഇൻവോൾവ് ആയി. അതുകൊണ്ട് തന്നെ അതിന്റെ മാറ്റം അനുസരിച്ച് മാറ്റം വരുത്താൻ ശ്രമിച്ചിട്ടുണ്ട്. എന്നാൽ ആ ഒരു സിഗ്നേച്ചർ സാധനങ്ങളൊക്കെ അതുപോലെ തന്നെ നിലനിർത്തിക്കൊണ്ട് ചെയ്യാനാണ് ശ്രമിച്ചിട്ടുള്ളതെന്ന് പറഞ്ഞിരുന്നു. അപ്പോ അതൊരു നല്ല കാര്യമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. നമ്മൾ അതിൽ കേട്ട, എന്നാൽ അതിന്റെ അപ്ഡേറ്റഡ് വേർഷൻ കേൾക്കുമ്പോൾ അതൊരു സാധ്യത കാണുന്നുണ്ട്. അടുത്തത് സിനിമയെ കുറിച്ച് പറഞ്ഞിട്ടുള്ള ചെറിയൊരു കാര്യം. എങ്കിൽ തന്നെ ഞാൻ പറയാൻ അലൗഡല്ല, സന്തോഷം കൊണ്ട് ഞാൻ പറയുന്നത്, ഈ ചെയ്ത പല ഫുട്ടേജസും സ്പോട്ട് എഡിറ്ററിന്റെ കമ്പ്യൂട്ടറിൽ നിന്ന് സാധാരണ അയക്കുമ്പോൾ നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റാവുന്ന ഒരു കൈൻഡ് ഓഫ് ഫിനിഷിംഗ് ഉണ്ട്. ഓക്കെ, അത് നമുക്ക് സ്പോട്ട് എഡിറ്ററിന്റെ ഡയറക്റ്റ് ഔട്ട് ആയതുകൊണ്ട് അതിന്റെ മുകളിൽ ആരും ഒന്നും കമന്റ് ചെയ്യില്ല. ഇതിന്റെ മുകളിൽ പോസ്റ്റ് പ്രൊഡക്ഷൻസ് ഇഷ്ടം പോലെ വരാണ്ട്, കളർ കറക്ഷൻസ് വരും. പക്ഷെ ഈ സ്പോട്ട് എഡിറ്റിംഗിന് അയച്ചു തന്നൊരു മെറ്റീരിയലില് ഈവൻ കളർ പോലും കണ്ടപ്പോ ഞാൻ ആകെ ഞെട്ടിപ്പോയി. ഇത് ഫൈനലാണ് എന്ന് വെച്ചിട്ട് ഇതിന്റെ മുകളിൽ മ്യൂസിക് ചെയ്താൽ ഇത് ഫൈനലാന്ന് പറഞ്ഞാൽ ആരും വിശ്വസിക്കും. പിന്നെ കുറെ ഈ പറഞ്ഞ എക്സ്പെൻസീവ് ആയിട്ടുള്ള
കുറെ കാര്യങ്ങൾ അതിന്റെ അകത്ത് കണ്ടു. അതായത് നമ്മളൊക്കെ സാധാരണ CG ആണെന്ന് വിചാരിക്കും, വണ്ടി പൊളിക്കാം എന്നൊക്കെ വിചാരിച്ചിരിക്കുമ്പോ നേരെ തന്നെ വെച്ചിരിക്കും ഓരോ വണ്ടികളും ട്രക്സ് ഒക്കെ. എന്താല്ലേ അത് ഒരു സ്പോട്ടിലിട്ട് ചെയ്ത സാധനം കയ്യിൽ വന്നത് കണ്ടു കഴിഞ്ഞാൽ അതിന്റെ മുകളിൽ BGM കയറ്റി കഴിഞ്ഞാൽ സാധനം ഒറിജിനൽ ആണ് വിചാരിക്കുന്നത്. അപ്പൊ അത്രയും പക്കയായിട്ട് ചെയ്തിട്ടുണ്ടാവില്ലേ, അത്രയും റിസ്ക് എടുത്ത് ചെയ്തിട്ടുണ്ടാവും. അതുപോലെ ഇതിന്റെ ലൊക്കേഷൻസിനെ കുറിച്ച് പറയുന്നുണ്ട്, ഇതിന്റെ മറ്റു പല കാര്യങ്ങൾ പറയുന്നുണ്ട്, ഇതിന്റെ വലുപ്പം പറയുന്നതിൽ ഒരുപാട് കാര്യങ്ങൾ, എല്ലാം കൂടി ഞാൻ അവിടെ വെച്ചിട്ടില്ല. ഇത് തന്നെ ഇനഫ് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതിനോട് കണക്ട് ചെയ്തിട്ടാണ് ബാക്കി കാര്യങ്ങളൊക്കെ പറയുന്നത്. ഇത് കേട്ടപ്പോൾ നമുക്ക് മനസ്സിലായി. കാരണം അവര് ഡയറക്റ്റ് ക്യാമറയിൽ എടുത്തിരിക്കുന്ന ഒരു സാധനം, ഇതിന് മുന്നിൽ കളറിങ്ങും മറ്റു CG മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. ഇതൊന്നും ഇല്ലാതെ ഡയറക്റ്റ് കയ്യിൽ അതിന്റെ ഫുട്ടേജ് കിട്ടി എന്ന് പറയുമ്പോൾ തന്നെ അത് കാണുമ്പോൾ ഇത് ഫൈനൽ ആണോ, ഇത് ഫൈനൽ ഔട്ട് ആണോ എന്ന് ചിന്തിച്ചു പോയി എന്ന് പറഞ്ഞാൽ അത്രയും ക്വാളിറ്റി അതിന് ഉണ്ടെങ്കിൽ ഇനി CGയും അതിന്റെ അപ്പുറത്തേക്ക് മറ്റ് കളർ ഗ്രേഡിങ്ങും പരിപാടികളൊക്കെ വരുന്ന സമയത്ത് ഇത് എന്തായിരിക്കും, പ്ലസ് BGM വരും. സോ എന്തായിരിക്കും ആ ഒരു വിഷ്വൽസിന്റെ ഒക്കെ ഒരു സ്റ്റൈൽ. ഇപ്പൊ ദീപക് ദേവ് പറയുന്നതുകൊണ്ട് ഞാൻ ഒരു തള്ളായിട്ടത് എടുക്കുന്നുമില്ല. പ്ലസ് നമ്മൾ ഓൾറെഡി ലൂസിഫർ കണ്ടതാണ്. അപ്പൊ അത് എത്രമാത്രം അതിന്റെ സ്കെയിലിന്റെ വലുപ്പം എത്രമാത്രം ഉണ്ടാവും എന്നുള്ളത് നമുക്ക് ആലോചിച്ചാൽ അറിയാവുന്ന കാര്യമുള്ളൂ. പിന്നെ പൃഥ്വിരാജാണ് അത് പൊതുവെ ഇപ്പൊ ഈ സിനിമ ചെയ്തുകൊണ്ട് മാത്രമല്ല, അല്ലാതെ തന്നെ പുള്ളിക്കാരുടെ സംസാരങ്ങളിലൊക്കെ നമുക്ക് അറിയുന്ന കാര്യം, വലിയ രീതിയിൽ സിനിമ എടുക്കാൻ ആഗ്രഹിക്കുന്ന ആളാണ്, വലിയ രീതിയിൽ കഥ എഴുതുന്ന ആളാണ് മുരളി ഗോപി. ഇതെല്ലാം കൂടെ കൂടി വരുന്ന സമയത്ത് ആശീർവാദ് സിനിമാസാണ്, ലാലേട്ടനാണ്. സോ ഇതിനപ്പുറത്തേക്കൊന്നും പറയേണ്ടതായിട്ടില്ലല്ലോ. അപ്പൊ അത്രയും വലിയ സിനിമയായിട്ട് തന്നെയാണ് L2E എമ്പുരാൻ എന്ന് പറയുന്ന സിനിമ വരുന്നത്. ഇതിന്റെ ടീസറിനും ട്രെയിലറിനൊക്കെ വേണ്ടിയിട്ട് കട്ട വെയിറ്റിംഗ് ആണ്. എന്ന് വരും എങ്ങനെ വരും എന്ന് അറിയില്ല. പല ആളുകളും പല ഡേറ്റുകൾ പറയുന്നുണ്ട്, പക്ഷെ റൂമേഴ്സ് മാത്രമേ ഇവിടെ ഒന്നും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. നമുക്ക് സിനിമ ഒഫീഷ്യലി സംഭവിക്കുമ്പോൾ തന്നെ അതിന്റെ മറ്റു കാര്യങ്ങൾ പറയാം. എന്തായാലും ഞാൻ വളരെയധികം എന്താ പറയാ, ആത്മാർത്ഥമായിട്ട് പറയുകയാണെങ്കിൽ അത്ര ഹാപ്പി ആയിട്ട് കാത്തിരിക്കുന്ന ഒരു സിനിമയാണ് അത്. ലാലേട്ടൻ സിനിമ എന്നുള്ളത് മാത്രമല്ല, അത് അങ്ങനെ ഒരു വലിയ സിനിമ സംഭവിക്കുമ്പോൾ അത് തിയേറ്ററിൽ കാണാൻ ഭയങ്കര ഒരു ഫീലാണ്. ഇത്തരത്തിലുള്ള വലിയ സിനിമകൾ തിയേറ്ററിന്റെ ആ ഒരു ഫീൽ എന്ന് പറയുന്നത്, തിയേറ്ററിൽ കാണുന്നതിന്റെ രസം എന്ന് പറയുന്നത് വേറെ തന്നെയാണ്. എല്ലാ ആളുകളും, പിന്നെ മോഹൻലാൽ ഫാൻസ് ഓൾറെഡി അത്ര വലിയ ഫാൻസും ആളുകളും, ഇപ്പോൾ ഫാൻ ഷോ ആണെങ്കിൽ തന്നെ ഭയങ്കര രസമായിരിക്കും, അത് ഭയങ്കര ഓളം ഉണ്ടാവും. അപ്പോൾ അങ്ങനെ കാണാൻ ആഗ്രഹിക്കുന്ന ഒരു സിനിമയാണ്. ആൻഡ് എവിടൊക്കെ ഗൂസ് ബംസ് കൊടുക്കണം, എവിടൊക്കെ ആളുകൾ കൈയടിക്കണം, ഇങ്ങനെയൊക്കെ ഉള്ളതിൽ കൃത്യമായിട്ടുള്ള ധാരണയുള്ള ആളാണ് പൃഥ്വിരാജ് എന്നാണ് എന്റെ ഒരു തോന്നൽ. അപ്പൊ അതും അതുപോലെ തന്നെ വന്നു കഴിഞ്ഞാൽ നമുക്ക് കിട്ടേണ്ടത് എന്താണോ അത് കിട്ടും എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു. അപ്പൊ നിങ്ങളുടെ അഭിപ്രായം എന്താണ്, നിങ്ങൾക്ക് ഈ സിനിമയിലെ പ്രതീക്ഷകൾ എന്താണെന്നുള്ളതൊക്കെ മറക്കാതെ കമന്റിൽ രേഖപ്പെടുത്താൻ ശ്രമിക്കുക. അടുത്ത വീഡിയോ കാണാം. കാണുന്നവരെ ടാറ്റ.